കുറെ സംസാരിക്കാൻ ഇഷ്ടാണോ? അല്ലെങ്കിൽ കുറുകി സംസാരിക്കുന്നതാണോ ഇഷ്ടം? ചില ആളുകൾക്ക് കുറേയേറെ സംസാരിക്കുന്ന ആൾക്കാരെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ചില ആളുകൾക്കാണെങ്കിൽ കുറുകി സംസാരിക്കാനാ ഇഷ്ടം. ഷോർട്ട് ഈസ് സ്വീറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഇന്നത്തെ ചിന്ത അങ്ങനെയാണ്. ടോക്കിംഗ് ടു മച്ച് ഇറിറ്റേറ്റിംഗ് ആണോ നിങ്ങൾക്ക്? ഒന്ന് നോക്കിയാലോ. എനിക്ക് ധാരാളം വർത്താനം പറയുന്ന ആളുകളെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. ടു മച്ച് ടോക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇത്രയൊന്നും വർത്താനം പറയണ്ട കേട്ടോ. ഷോർട്ടായിട്ട് പറയൂ, സിമ്പിളായി പറയുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ടോക്കിംഗ് എന്നുള്ളത് ചീപ്പായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്, പക്ഷെ സൈലൻസ് ഈസ് എക്സ്പെൻസീവ് എന്നുള്ളത്. ഓരോ സംസാരത്തിനിടയ്ക്കും നമ്മൾ കൃത്യമായ ഗ്യാപ്പ് കൊടുക്കണം, ഒരു നിശബ്ദത കൊടുക്കണം, മറ്റൊരാൾക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ, മറ്റൊരാൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. അതൊരു ടോക്കിംഗ് സ്കില്ലാണ്. മറ്റേ അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് ആലോചിക്കുമ്പോഴേക്കും നമ്മൾ പിന്നത്തെ സെൻറ്റൻസ് നമ്മളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അടുത്ത ആൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരില്ല. ചില ആളുകൾ സംസാരത്തിൻ്റെ ഇടയിൽ ധാരാളം ചിരി കൊണ്ടുവരും, ചിരിച്ചുകൊണ്ട് സംസാരിക്കും. അപ്പോഴും അപ്പുറത്തുള്ള ആൾക്ക് ഒന്നും മനസ്സിലാവില്ല. ടോക്കിംഗ് ക്ലാരിറ്റി, ഓരോ വേർഡും എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വളരെ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. ബട്ട് വി നെവർ പ്രാക്ടീസ് ഇറ്റ്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒഴുക്കിൽ സംസാരിച്ചു പോകും, പക്ഷെ അപ്പുറത്തെ ആൾക്ക് ഒന്നും മനസ്സിലായെന്ന് വരില്ല. ചിലപ്പോൾ ഒരു പാസീവ് ലിസണർ ആയിരിക്കാം, കംപ്ലീറ്റ് ഫോഗായിരിക്കാം, ഒന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ലിസണർ തന്നെ ആണോ നമുക്ക് ആവശ്യം? അല്ല. വി നീഡ് ആൻ ആക്റ്റീവ് ലിസണർ, ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ്. അപ്പുറത്തെ ആൾ ആക്റ്റീവ് അല്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, സംസാരിക്കുന്നത് കുറച്ച് കൂടുതലാണ്, സംസാരം കുറച്ചോളൂ എന്നുള്ളത്. മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. ഡോണ്ട് ബി ടു മച്ച് ഇറിറ്റേറ്റീവ്. ഈ സംസാരം കൂടി ചില ആളുകൾ വളരെയധികം ടോക്സിക് ആയിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യും. ഏത് എക്സ്റ്റെൻഡിലാണ് അവർ പെരുമാറുന്നത് പോലും നമുക്കറിയില്ല. സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കാത്ത കുറേ വേർഡ്സ് അതിൽ കയറും, അല്ലെങ്കിൽ നമ്മൾക്ക് ഇറിറ്റേറ്റ് ചെയ്യണ കുറേ സംഗതികൾ അവർ കൂട്ടിച്ചേർക്കും. അപ്പോഴും നമ്മൾ അത്തരം ആളുകളെ എന്ത് ചെയ്യണം? ഒരു ബാരിയറിൽ നിർത്തുക, ഒരു ഫെൻസിങ്ങിൽ നിർത്തുക. നമ്മുടെ ചുറ്റും ഒരു ബാരിയർ, ഒരു നിയന്ത്രണ രേഖ. നിങ്ങൾക്ക് ഇതിനപ്പുറം എന്നോട് സംസാരിച്ച് കയറി വരാൻ സാധിക്കില്ല. ബിക്കോസ് ഐ എം മേക്കിംഗ് എ ബാരിയർ അറൗണ്ട് മീ ആൻഡ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ടോക്ക് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോഴത്തെ ചാറ്റുകളിലായാലും നമുക്ക് കുറേ അധികം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ ചാറ്റുകളൊക്കെ വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആണെന്ന്, അല്ലെങ്കിൽ നമുക്ക് വി ആർ എനഫ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഫ്രേസസ് നമ്മുടെ കയ്യിലുണ്ടാവണം. അല്ലെങ്കിൽ അത്തരം റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. പിന്നെ ടു മച്ച് ടോക്കിങ്ങിനെ കുറിച്ച് ഞാൻ ടു മച്ച് ടോക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ ആൻഡ് പ്രിസൈസ്. സോ വർത്തമാനം പറയുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആള് ആക്റ്റീവ് ലിസണർ ആണോ, അല്ലെങ്കിൽ ആ ആൾക്കാർക്ക് നമ്മൾ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത്. ഇനി വർത്തമാനം കേൾക്കുന്ന ആൾക്കാർ, നമ്മൾ അതും ശ്രദ്ധിക്കണം. നമ്മൾ അപ്പുറത്തെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടോ? ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, നമ്മളുടെ മാനറിസം കൊണ്ടോ നമ്മളുടെ ആ ഒരു റിപ്ലൈ കൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ഐ എം എനഫ് എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജീത.